രാജ്ഭവനിൽ സർക്കാർ പരിപാടി നടത്തണമെങ്കിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നിർബന്ധമെന്ന ഗവർണറുടെ നിബന്ധന തള്ളി സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ നിന്ന് മാറ്റിയ സർക്കാർ ഗവർണറെയും ഒഴിവാക്കി. RSSകാർ ഉപയോഗിക്കുന്ന ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്താനുള്ള നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമെന്നാണ് മന്ത്രി പി പ്രസാദ് പ്രതികരിച്ചത്. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ഒടുന്നനവെ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ നിന്ന് മാറ്റിയ വിവാദത്തിൽ രാജ്ഭവൻ അത്തരം നിബന്ധന വെക്കുന്നത് ശരിയല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ല, അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഭവൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സർക്കാരും മിണ്ടാതിരുന്നു. രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ, ഈ രാജ്യം ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ മുഴുവൻ അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു. ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദി ആക്കരുത്, അതിശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചു. ഈ പിണറായി വിജയൻ ചുണ്ടൊന്നനക്കിയോ? ഒരു പ്രശ്നമില്ല. ഈ CPM എന്തെങ്കിലും പറഞ്ഞോ? ഒരു കുഴപ്പമില്ല അവർക്ക്. രാജ്ഭവനിൽ എന്തോ ആവാം, മനസ്സിലായില്ലേ? അപ്പോൾ രാജ്ഭവൻ RSSന്റെ ആസ്ഥാനമാക്കി മാറ്റാൻ പാടില്ല. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഗവർണർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അവിടെ നാട്ടിലെ RSSകാർ വന്ന് പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല. ഓപ്പറേഷൻ സിന്ദൂരിനെ കൊണ്ട് സംസാരിക്കണമെങ്കിൽ ഡിഫൻസ് എക്സ്പെർട്ടുകളെ കൊണ്ട്, വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ആളുകളാണ്. പേടിയാണ് ഇവർക്ക്. ഗവർണറെ കുറിച്ച് പറയാൻ പോലും പേടിയാണ്. അത് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദിയാകാൻ പാടില്ല. രാജ്ഭവനിലെ പ്രോട്ടോകോൾ തീരുമാനിക്കാനുള്ള അവകാശം ഗവർണർക്കാണെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. ഭാരതമാതാവിന്റെ ചിത്രം സെൻട്രൽ ഹാളിൽ സ്ഥിരമായി ഉള്ളതാണെന്നും രാജ്ഭവൻ പറയുന്നു. സംസ്ഥാന സർക്കാരും രാജ്ഭവൻ തമ്മിലുള്ള ഏറ്റുമുട്ടലിനാണ് വിവാദം കളമൊരുക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര അർലേക്കർ ഗവർണറായി എത്തിയപ്പോൾ അതിനുശേഷം സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിൽ, അല്ലെങ്കിൽ ഗവർണറും തമ്മിൽ നല്ലൊരു സൗഹാർദ്ദ അന്തരീക്ഷമായിരുന്നു. മറ്റേ ഏറ്റുമുട്ടലില്ലായിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് അദ്ദേഹത്തെ ആശംസ അർപ്പിക്കുന്ന ആ രീതിയിലൊക്കെ വളരെ നല്ല രീതിയിലൊരു അന്തരീക്ഷത്തിൽ, സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പോയ ഈ പശ്ചാത്തലം. പക്ഷെ അതിൽ നിന്നും പിന്നെ വീണ്ടും ഒരു സംസ്ഥാന സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതുതന്നെയാണ് സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള നല്ല ബന്ധം ആയിരുന്നു ഇത്രയും നാൾ. ചില വിഷയങ്ങളിൽ ചെറിയ തർക്കമൊക്കെ ഉണ്ടായെങ്കിലും ആ ബന്ധത്തിൽ കോട്ടമുണ്ടാകാതെ പോകാൻ രാജ്ഭവനും മുഖ്യമന്ത്രിയും ഒരുപോലെ ശ്രദ്ധിച്ചു. ഗവർണറും മുഖ്യമന്ത്രി ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ടോം സൂചിപ്പിച്ച പോലെ നിലവിളക്കുമായൊക്കെ ഗവർണർ ക്ലിഫ് ഹൗസിലെത്തി നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്ര നല്ലൊരു ബന്ധം ഇനി തുടർന്ന് സാധ്യമാകുമോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിവാദത്തിൽ കൃഷി വകുപ്പ് ഗവർണർ രാജ്ഭവനുമായുള്ള തർക്കമാണെങ്കിൽ പോലും മുഖ്യമന്ത്രി ഇടപെടലും അതിനകത്തുണ്ട് എന്നതാണ് വസ്തുത. ഇങ്ങനെ വൈകിട്ടാണ് ഈ നേരത്തെ തന്നെ ഗവർണറുടെ സമയം കൃഷി വകുപ്പ് ചോദിക്കുന്നു. കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം രാജ്ഭവനിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നടത്താൻ ഗവർണറോട് ആവശ്യപ്പെടുകയായിരുന്നു. ഗവർണർ അംഗീകരിച്ചു. അങ്ങനെയാണ് ആ പരിപാടിയിൽ രാജ്ഭവനിൽ മന്ത്രി എത്താൻ തീരുമാനിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഷെഡ്യൂളുകളും അതിന്റെ ഒരുക്കങ്ങളും ചർച്ചയായത്. അപ്പോഴാണ് ഗവർണറുടെ ഓഫീസിൽ രാജ്ഭവനിൽ നിന്ന് ദേശീയഗാനത്തിന് ശേഷം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്നൊരു നിർദ്ദേശം വന്നത്. അപ്പോൾ ആ ചിത്രം മന്ത്രിയുടെ ഓഫീസ് ചോദിച്ചു. ചിത്രം അയച്ചു കൊടുക്കുമ്പോൾ മന്ത്രിയുടെ ഓഫീസ് അത് വിലയിരുത്തിയത് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അത് ഭാരതാംബ എന്ന് പറഞ്ഞ് എല്ലാവരും
ആ രീതിയിൽ കാണുന്ന ഭാരതാംബയുടെ ചിത്രമല്ല, പകരം RSSന്റെ ഓഫീസുകളിൽ RSSകാർ എപ്പോഴും ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ്. അതിനൊപ്പമുള്ള ഇന്ത്യയുടെ ഭൂപടം പോലും രാജ്യത്തിന്റെ ഭൂപടവുമായി യോജിക്കുന്നതല്ല. അത് പൂർണ്ണമായും RSSന്റെ അടയാളമാണ്. അതിനപ്പുറത്തേക്ക് ദേശീയത ഒന്നും അതിലില്ല. അത്തരമൊരു പരിപാടി സർക്കാർ ചടങ്ങുകളുടെ ഭാഗമാക്കി അതിന്റെ പ്രോട്ടോക്കോളിന്റെ ഭാഗമായി മാറ്റുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് കൃഷിമന്ത്രി എത്തിച്ചേരുകയായിരുന്നു. ഈ തർക്കം വന്നതോടുകൂടി മുഖ്യമന്ത്രിയും ഇക്കാര്യം കൃഷിമന്ത്രി P. പ്രസാദ് അറിയിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കാരണവശാലും അതിൽ വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല, അത്തരം പരിപാടി അവിടെ നടത്തേണ്ട കാര്യവുമില്ല, ഗവർണർ അതിൽ ഉറച്ചു നിന്നാൽ പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞാണ് അത് ദർബാർ ഹാളിലേക്ക് മാറ്റുന്നത്. ചീഫ് സെക്രട്ടറിയുടെ പരിപാടി പങ്കെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. രാജ്ഭവൻ ആകട്ടെ അത് രാജ്ഭവനിൽ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെയും തെലങ്കാന ദിനാഘോഷം അവിടെ നടന്നിരുന്നു. അതിലും ഈ ചിത്രത്തിൽ ഗവർണർ അർലേക്കർ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പരിപാടി നടക്കണമെങ്കിൽ പുഷ്പാർച്ചന നിർബന്ധമാണ് എന്ന് നിലപാടെടുത്തു. അതോടുകൂടിയാണ് അതിന് അനുവദിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ പരിപാടികളിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ, രാഷ്ട്രീയ ചിഹ്നങ്ങളോ മതചിഹ്നങ്ങളോ അനുവദിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടി തന്നെ സർക്കാർ അവിടുന്ന് മാറ്റുകയും ദർബാർ ഹാളിൽ നടത്തുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. ഗവർണറും രാജ്ഭവനും പറയുന്നത് നേരത്തെ സെൻട്രൽ ഹാളിലുള്ള ചിത്രമാണ്, പക്ഷേ അതിൽ ചില പിശകുകളുണ്ട്. അതിന് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറെ വന്ന ശേഷമാണ് സെൻട്രൽ ഹാളിൽ അത്തരമൊരു ഭാരതാംബയുടെ എന്ന് പറയുന്ന ചിത്രം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവിടെ അത്തരമൊരു ചിത്രം ഉണ്ടായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് അർലേക്കറുടെ മാത്രം തീരുമാനമാണ്. അത് RSSന്റെ അത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനോട് സർക്കാർ യോജിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ ആ നിലപാടെടുത്ത് പിന്മാറിയത്. സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല എന്ന വസ്തുതയാണ്. കാരണം ഇത്തരമൊരു ചിത്രത്തിന് മുന്നിൽ മന്ത്രിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ഈ ഒരു സർക്കാർ പരിപാടിയുടെ ഭാഗമായി നമുക്കറിയാം ഈ അദ്ദേഹം ഗവർണറായിരുന്ന സമയത്ത് RSSന്റെ ഇടപെടൽ പലപ്പോഴും ഉണ്ടായിരുന്നു, രാജ്ഭവന് മേൽ ഉണ്ടായിരുന്നു എന്ന വിമർശനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ രാജേന്ദ്ര അർലേക്കർ ഗവർണറായി എത്തിയ ശേഷം പക്ഷേ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു പ്രശ്നമില്ല, സർക്കാരുമായി നല്ല ഒരു സൗഹാർദ്ദ അന്തരീക്ഷം, നല്ല സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇവിടെ ഈ ഭാരതമാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിൽ അതിൽ RSSന്റെ പങ്കുണ്ടെന്നൊരു ആക്ഷേപം കോൺഗ്രസിനുണ്ടല്ലോ. അങ്ങനെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കുന്നത്? സ്വാഭാവികമായും ഗവർണറുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി, ഗവർണർ പദവി ഒരു ഭരണഘടനാ പദവിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മുൻകാല പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം തികഞ്ഞ ഒരു RSS അനുഭാവിയോ അല്ലെങ്കിൽ നേതാവോ ഒക്കെ ആയിരുന്ന ആളാണ്. ആ പശ്ചാത്തലത്തിൽ നിന്ന് ഗവർണർ പദവിയിലേക്ക് എത്തിയ ആളാണ്. ആ ഗവർണർ പദവിയിൽ അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ സംസ്ഥാന സർക്കാർ അത്ര ഒരു പരാതിയില്ല. ഗവർണർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ആ നടപടികൾ സ്വീകരിച്ച സർക്കാർ പരാതിപ്പെട്ടിട്ടുമില്ല. ആകെ ഒരു അപവാദം അതിനുള്ളത് ഈ ഗുരുമൂർത്തി എന്ന RSS സൈദ്ധാന്തികനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രഭാഷണം നടത്തിയതാണ്. അതിൽ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയും ഗവർണർ നടപടി ശരിയായില്ല, ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്ന വിമർശനം ഉന്നയിച്ചത്. അപ്പുറത്തേക്ക് കാര്യമായി ഗവർണർ ആ രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെടുന്നത് പോലെ ഏതെങ്കിലും കേന്ദ്ര തീരുമാനം അനുസരിക്കാനുള്ള അത്ര നിർബന്ധമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലേക്ക് നിർബന്ധിക്കുകയും ചെയ്ത ഇതുവരെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ അത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന സൂചന ഇതിനെ കാണണം. ഇത് മാത്രമല്ല, സർവകലാശാല ഭേദഗതി ബിൽ ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണ്. സർക്കാർ അത് പാസാക്കി അയച്ച് 2 മാസത്തോളമാകുന്നു. ഇതുവരെ ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. സാധാരണഗതിയിൽ ഗവർണർക്ക് ബില്ലിൽ ഒപ്പിടാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം തിരിച്ച് അയക്കേണ്ടതാണ്. ആ തിരിച്ചയച്ചിട്ടുമില്ല. അവിടെ രാജ്ഭവനിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇതിൽ ഗവർണർ എടുക്കാൻ പോകുന്നത് രാഷ്ട്രപതിക്ക് ബില്ല് അയക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ ഗവർണർ അധികാരത്തെ വെട്ടിച്ചുരുക്കുന്ന തരത്തിലൊരു ഭേദഗതികൾ പലതും ആ ബില്ലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചേക്കാം. അങ്ങനെയെങ്കിൽ വീണ്ടും സർക്കാരും ഗവർണറുമായുള്ള പോര് ഒന്നുകൂടി മൂർച്ഛിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയായി ഈ ഇന്നത്തെ വിവാദവും മാറാൻ തന്നെയാണ് സാധ്യത. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.